മമ്മൂക്ക വിളിച്ചിട്ടില്ല, പക്ഷെ മമ്മൂക്കനെ മിസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പണ്ട് കണ്ടിട്ടുള്ള സിനിമയാണ്, ഒരിക്കൽ കൂടി കാണാൻ വന്നതാ. ഇത് അതേ പുതുമ ഇപ്പോഴും ഉണ്ട്. വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. വേറെ അതിനകത്ത് വേറെ എഡിറ്റിംഗ് ഒന്നും അതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഓർമ്മ. സിനിമ വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീണ്ടും വന്നതാണ്. നല്ല സ്ക്രിപ്റ്റിങ്ങും നല്ല രഞ്ജിത്തിന്റെ നല്ല ഡയറക്ഷനുള്ളൊരു സിനിമയല്ലേ. ഓക്കെ, എല്ലാവരും ഒന്ന് കാണേണ്ട പടം. കാണാത്ത തിയേറ്ററിൽ കാണാത്തവര് ഒന്ന് കാണേണ്ട സിനിമ തന്നെയാണ്. യെസ്, സിനിമ കണ്ടിറങ്ങി പലരിമാണിക്കും. ആക്ച്വലി ഞാനിത് ഫസ്റ്റ് ടൈമാണ് തിയേറ്ററിൽ കാണുന്നത്. ടി വിയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അന്ന് മിസ് ചെയ്ത പടം ഇന്നിപ്പോൾ 4K അറ്റ്മോസിൽ കാണുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. കാണാൻ ആഗ്രഹിച്ച ഒരു സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ വന്നിട്ട് എല്ലാവരും കാണാം എഗെയിൻ. കാരണം മമ്മൂക്കയുടെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സിൽ ഒന്നാണ് ഇത്. ഇപ്പോൾ ശ്വേത ചേച്ചി ആണെങ്കിലും മൈഥിലിയൊക്കെ ആണെങ്കിലും എല്ലാ ആൾക്കാരും വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്, രഞ്ജിത്ത് സാറിൻ്റെ സിനിമയാണ്. സോ എല്ലാവരും ബാക്ക് ടു തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച സിനിമകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നിയാണോ നേരത്തെ കണ്ടതിൽ? ഞാൻ തിയേറ്ററിൽ ഫസ്റ്റ് ടൈം കാണുന്നത്. എനിക്ക് അങ്ങനെയല്ല ഈ പറഞ്ഞ പോലെ നമ്മുടെ പിക്ചർ ക്വാളിറ്റി ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ആ 4K അറ്റ്മോസിൽ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര രസം ഉണ്ടാവുമല്ലോ. അങ്ങനെ സെയിം ആ സിനിമ തന്നെ വീണ്ടും പുതിയോടുകൂടി കാണുന്നു. അതാണ് ഏറ്റവും വലിയ മാറ്റം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോ മൂവിയൊക്കെ കണ്ടിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത്ര വർഷങ്ങൾ കണ്ണൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ സീനുകൾ കണ്ടിട്ടാണോ അതോ ഇത്രയും വർഷം ശേഷം ഈ ആദ്യമായിട്ട് അഭിനയിച്ച ആ സിനിമ കണ്ടത്? അല്ല, എനിക്ക് ഇമോഷണലി ശരിക്കും പറഞ്ഞാല് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവളെപ്പോഴും ഷീ സ്റ്റിൽ അലൈവ്. അതിപ്പം 1957 കാലഘട്ടത്തിൽ നടന്നൊരു ഇൻസിഡന്റിനെ ഈ ഒരു കാലഘട്ടത്തിലും അതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇതാക്കുന്ന രീതിയിൽ ഇതാവുന്നുണ്ട്. അന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ ഈ സിനിമ? ഡെഫിനറ്റ്ലി കാണാണ്ടിരിക്കുമോ? 2009 പലരിമാണിക്ക് റിലീസായത്. അന്ന് എന്തായാലും കണ്ടിരുന്നു ഈ ചിത്രം. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മമ്മൂക്ക വിളിച്ചിട്ടില്ല, പക്ഷെ മമ്മൂക്കനെ മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും മമ്മൂക്കയുടെ ഓരോ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഇപ്പോഴും ആ ഒരു ബോൾഡ് പെർഫോമൻസ് കാണുമ്പോൾ ഇപ്പോഴും ഒരു ആവേശമാണ്. മമ്മൂക്കയ്ക്ക് എന്തായാലും ഒരു മെസ്സേജ് അയക്കും നമുക്ക് കണ്ടു എന്ന് പറഞ്ഞിട്ട്. ഡെഫിനറ്റ്ലി. താങ്ക് യു.